ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്നുയർന്ന കേരളത്തിന്റെ ശബ്ദം രാജ്യമാകെ അലയടിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കും പ്രതികാര നയത്തിനുമെതിരെയാണ് കേരളത്തിന്റെ പ്രതിഷേധം ഉയരുന്നത്. കേരളത്തിന്റെ ഈ സമരത്തിന് രാഷ്ട്രീയ ഭേദമന്യേയുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധ കൂട്ടായ്മയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗ്വന്ത് മാൻ, ഫറൂഖ് അബ്ദുള്ള, കപിൽ സിബൽ തുടങ്ങിയ നേതാക്കളും പങ്കാളികളായിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിനെ പ്രതിനിധീകരിച്ച് തമിഴ്നാട് മന്ത്രി പളനിവേൽ ത്യാഗരാജന് സമരത്തിന്റെ ഭാഗമായി. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി D രാജ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. ജന്തർ മന്ദറിലെ സമരവേദിയിലേക്കാണ് ഇവർ പിന്തുണ പ്രഖ്യാപിച്ചെത്തിയത്. കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് കേരളത്തിനാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ് കേരളത്തിന് ഐക്യദാർഢ്യം അറിയിച്ചത്. ഇതിനെല്ലാം പുറമെ കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി സമരത്തെ പിന്തുണച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രംഗത്തു വന്നു. കേരളത്തിന്റെ സമരം ന്യായമെന്നും കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നു എന്നുമാണ് ഖാർഗെ പ്രതികരിച്ചത്. ഖാർഗെയുടെ ഈ പ്രതികരണം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനേറ്റ കരണത്തടിയാണ്. കാരണം BJPക്ക് വേണ്ടി സംസാരിക്കുകയല്ലേ സതീശൻ സുധാകരൻ കൂട്ടുകെട്ട്. കേരളത്തിലെ ജനങ്ങളുടെ അവകാശത്തിനൊപ്പം നിൽക്കാതെ കേരളത്തിലെ കോൺഗ്രസുകാർ സ്വന്തം നാടിന് ഒറ്റുകൊടുക്കുമ്പോഴാണ് BJP ഇതര സംസ്ഥാനങ്ങൾ കേരളത്തിന് പിന്തുണയുമായി സമരമുഖത്ത് അണിനിരക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. കേരളം പറയുന്നത് പച്ചക്കള്ളമെന്നാണ് സതീശൻ പറയുന്നത്. ഡൽഹിയിലെ സമരം തട്ടിപ്പെന്ന് ചെന്നിത്തലയും പറയുന്നു. MM ഹസനാകട്ടെ ഡൽഹിയിൽ നടക്കുന്ന സമരമല്ല സമ്മേളനമാണെന്നും പറയുന്നു. കേരളത്തിന്റെ ഈ 3 ദുരന്തങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ ഇവർ ഒഴികെയുള്ള രാജ്യം പറയുന്നത് കള്ളമായിരിക്കുമല്ലേ? കേരളത്തിന്റെ ജനങ്ങളുടെ ഈ ദുരിതവും കള്ളമായിരിക്കും. ഇതിലെ കോമഡി എന്താണെന്ന് വെച്ചാൽ BJP പോലും സംസ്ഥാന സർക്കാരിന്റെ ഈ ഡൽഹി സമരത്തിൽ എതിർപ്പ് കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. എതിർക്കുന്നത് സതീശനും കൂട്ടാളികളും മാത്രമാണ്. കോൺഗ്രസ് BJPക്ക് വേണ്ടി സംസാരിക്കുന്ന എത്ര സുന്ദരമായ കാഴ്ച. ശരിക്കും ഇവരൊക്കെ കോൺഗ്രസ് ആണോ അതോ BJPയുടെ സ്ലീപ്പേഴ്സ് അല്ലാണോ?